ഞങ്ങളിപ്പോൾ ഉള്ളത് സേലത്ത് റിലയൻസ് മോളിലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുന്നേ ഞങ്ങൾ ഡിമാർട്ടിൽ പോയി. ഭയങ്കര തിരക്കായിരുന്നു. അറുണ്ണാന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങൾ ഡിമാർട്ടിൽ പോയി. ഡിമാർട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്നുള്ളത് എന്താ പറയാ, അല്ല പോയി. പക്ഷേ ഗംഭീര തിരക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര തിരക്ക്. അറുണ്ണാന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒന്നും തള്ളും കുത്തൊക്കെയാണ്. പിന്നെ ബില്ലടിക്കണോടത്ത് ഭയങ്കര തിരക്ക്, ഭയങ്കരമായ ഒരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ സേലത്ത് സെക്കൻഡ് ഡേ ജസ്റ്റ് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ബോറടിക്കില്ലെങ്കിൽ പുറത്തേക്ക് വന്നതാണ്. അപ്പം ഡിമാർട്ടിൽ പോയി. ഡിമാർട്ടിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് റിലയൻസ് മോളിൽ വന്നിരിക്കുകയാണ്. സോ ഇവിടെ പിസ്സ ഹട്ടിൽ വന്നിട്ട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. സോ വി കെയിം ഹിയർ. അപ്പോൾ ഞങ്ങൾ 27 അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോകും. പിന്നെ വിക്രമിന് ഇന്ന് ഫുള്ളും അവർക്ക് ട്രേഡ് ഷോ അവിടെ ഉണ്ട്, പരിപാടി ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് നടക്കും. ഞങ്ങളപ്പോൾ ഓർഡർ ചെയ്ത പിസ്സ, ചിക്കൻ സോസിങ് പിസ്സ, പിന്നെ കോൾഡ് കോഫിയും പിന്നെ ഒരു കോക്കും പറഞ്ഞിട്ടുണ്ട്. ചൂടുണ്ടാവില്ലേ? ഫ്രഷായിട്ട് കിട്ടുമ്പോൾ ചൂടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ റിലയൻസ് മോളിൽ ആദ്യം ഡിമാർട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റിലയൻസ് മോളിൽ പോയി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്ത് ഹോട്ടലിൽ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഉറങ്ങി. സമയം എത്ര ആയിട്ടുണ്ടാവും? 5 ഒക്കെ ആയിട്ടുണ്ടാവും. 5 or 6 ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പുറത്ത് അവൻ ആ റൂമിൽ ടി വി കാണുന്നുണ്ട്, ഇവിടെ ടി വി കാണുന്നുണ്ട്. പിന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാനും മനു മാത്രമേ ഉള്ളൂ. ആരും പറയണോ, ആൾക്കൊരു ട്രേഡ് ഷോ ഉണ്ട്. അപ്പോൾ അതിന് പോയിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് രാത്രി നൈറ്റ് ഫുഡൊക്കെ ഡിന്നറൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾ എത്തുള്ളൂ. ഞങ്ങളിനി നൈറ്റിൽ ഫുഡ് കഴിക്കാൻ പോകണ്ടേന്ന് ഒന്നും ആലോചിച്ചിട്ട് കുറേ സ്നാക്സ് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഡിമാർട്ടിൽ പോയപ്പോൾ. അതുകൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി തോന്നാണെങ്കിൽ ചിലപ്പോൾ പോകും. പുറത്തേക്ക് ഇവിടെ അടുത്ത് ഉണ്ട്, ഷോപ്സൊക്കെ ഉണ്ട്. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, എനിക്ക് തമിഴ് പറയാനായിട്ട് അറിയില്ല. അത് മാത്രം ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഊബർ വിളിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞങ്ങളും കൂടി പോയി ഊബർ വിളിച്ചിട്ടാണ് ഡിമാർട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിലയൻസ് മോളിൽ നിന്ന് കുറേ ഊബർ വിളിച്ച് അവിടേക്ക് എത്തി. അവിടുന്ന് ഹോട്ടലിലേക്ക്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇന്നത്തെ സെക്കൻഡ് ഡേയിലെ കാര്യങ്ങളെ വിശേഷം. കാര്യമായിട്ടൊന്നുമില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. കാര്യമായിട്ട് അങ്ങനെ പുറത്തേക്ക്. പിന്നെ എനിക്ക് ഈ ഒരു വിഷയം, അതായത് നമുക്ക് ലാംഗ്വേജ് അറിയാത്തൊരു വിഷയമായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ പറയണത് കുറേ ആർക്കും മനസ്സിലാവില്ല, അവർ കുറേ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഹിന്ദിയൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് തോന്നും. പക്ഷേ ഹിന്ദി പിന്നെയും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ തമിഴ് എനിക്ക് ഒട്ടും പറയുന്നത് മനസ്സിലാവും. പക്ഷെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും തമിഴ് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ അങ്ങനെ. അപ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ചിലപ്പോൾ അപ്ലോഡിങ് ആവും. ചിലപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വന്ന വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ വിക്രം കോൾ ചെയ്യുന്നു. താഴേക്ക് നിങ്ങൾ ചായ കുടിച്ചോ, അല്ലെങ്കിൽ കുടിച്ചിട്ടില്ലെങ്കിൽ താഴേക്ക് പോകാൻ, ഞാൻ താഴെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുടെ ട്രേഡ് ഷോ കഴിഞ്ഞിട്ട് ആൾ വന്നിരിക്കുകയാണ്. പക്ഷേ ഡിന്നറിന് ആൾ പോയില്ല. ഡിന്നർ ഉണ്ടായിരുന്ന ആൾക്ക്, പക്ഷേ ഡിന്നറിന് ആൾ പോയില്ല. വൈകിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചതല്ല, പക്ഷേ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് കണ്ടു, DJF എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എന്തോ ഇങ്ങനെ കുറേ
സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് മാംഗോ ലസ്സി കേട്ടോ. ഇന്ന് മടുക്കാം. ഇത് ടെൻഡർ കോക്കനട്ട് ലസ്സി. മിൽക്ക് ലസ്സിയാണ്, തൈര്. നല്ലല്ലേ? അച്ഛൻ്റെ ഓർഡർ ചെയ്ത് കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ലസ്സി. നീ ഗൈസ് ഇത് ടെൻഡർ കോക്കനട്ട് ലസ്സി കേട്ടോ. ഇതിലവർ ഐസ്ക്രീമും കൂടിയും ചേർത്തിട്ടാണ്. കേടും ഐസ്ക്രീമൊക്കെ മിക്സപ്പാണ്. പിന്നെ ഫ്രൂട്ട്സ് ഇതാ. ഇത് വാനിലയാണുണ്ട്. ഇത് റോളാണ്, ചിക്കൻ റോൾ. പറയും എങ്ങനെയുണ്ടെന്ന് പറയും. ഹൗ ഇസ് ദ ഫുഡ്? അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. രാത്രി ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് വന്ന് ഞാൻ കിടന്നു. സോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാം. അതായത് അപ്പോൾ സെക്കൻഡ് ഡേയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തേർഡ് ഡേ ആണ് മോർണിംഗ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവും. പിന്നെ ഇന്നലെ പിന്നെ അങ്ങനെയൊക്കെ അലച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.